എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രിട്ടോറിയയിലൊരു അമ്പലത്തിലാണ് ഉള്ളത്. മിഡ്രാൻഡിലാണ് ഉള്ളത്. മിഡ്രാൻഡിൽ മധ്യ കൈലാഷ് ടെമ്പിളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല, പക്ഷേ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ളൊരു വർഷമാവട്ടെ. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലത്തെ ഭാഗം. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ കൊടിമരമുണ്ട്. ഇവിടെ ആ കൊടിമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ മുന്നിൽ ആൾക്കാർ ഇരുന്നിട്ട് ഇതേപോലെ പ്രാർത്ഥിക്കും, വിളക്കത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും ഇടതുഭാഗത്തായിട്ട് ശിവഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും ഉണ്ട്. ഇവിടെ ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം. പൊതുവെ നമ്മുടെ നാട്ടിലത്തെ പോലെ ശ്രീകോവിൽ കാണാറില്ല. ഇങ്ങനൊരു ഓപ്പൺ ഏരിയയിലാണ് അമ്പലത്തിൻ്റെ ഉൾവശം ഉണ്ടാകാറ്. ഇവിടെ ശിവഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. തൊട്ടടുത്തായിട്ട് ഇടതും വലതും അയ്യപ്പ ഭഗവാനും ഗണപതി ഭഗവാനും ഉണ്ട്. അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിലൊരു ശിവലിംഗമുണ്ട്. ഇതാ ഈ കാണുന്ന ശിവലിംഗം. അപ്പോൾ അവിടെ ആൾക്കാർ വന്നിട്ട് ഇതേപോലെ പാലഭിഷേകം നടത്തുന്നുണ്ട്. ഇവിടുത്തെ അമ്പലത്തിൽ പൊതുവേ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് ഇവിടുത്തെ ഇന്ത്യൻസാണ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ പോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യൻസാണ് കൂടുതലായിട്ട് ഇവിടുത്തെ അമ്പലങ്ങളിൽ വന്നിട്ട് ഇതേപോലെ പ്രാർത്ഥനകളൊക്കെ നടത്താറ്. സുകേഷ് അങ്കിൾ ഇവിടെ മൊബൈൽ നോക്കിക്കൊണ്ട് ഇരിക്കുവാണ്. സുകേഷ് ഏട്ടൻ, സുകേഷ്, മൈ ബ്രദർ സുകേഷ്, അങ്ങനെ മതിയോ? അപ്പോൾ സുകേഷ് ഏട്ടൻ ഇതാ ഇവിടെ പിന്നെ മാസ്ക് ഒക്കെ വെച്ച് ഫോണൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഒരു ഹായ് പറയൂ. അപ്പോൾ ബിച്ചേട്ടനും ഏട്ടനും ഇരിക്കുന്നുണ്ട്. നല്ലൊരു എന്താ പറയണ്ടേ, അടിപൊളി സ്ഥലം അല്ലേ? കാഴ്ചേട്ടൻ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. കാഴ്ചേട്ടാ അമ്പലത്തിൽ കയറിയാ പ്രാർത്ഥിച്ചോ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മരത്തിൻ്റെ താഴെയായിട്ട് ഇവിടെയും പ്രതിഷ്ഠകളുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലും ഒരു ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ പൂക്കളും പിന്നെ പുല്ലുകളൊക്കെ നല്ല വൃത്തിയിൽ മുറിച്ചിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സ് തന്നെ നിറയും, നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ അരയാലാണ്. അത് നല്ല ചെറുതായി മുറിച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അരയാലിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ, മരച്ചുവട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുറേ ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പം കാണുന്ന നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ ആണിത്. പിന്നെ നമ്മൾ കാണുന്നത് നവഗ്രഹ പ്രതിഷ്ഠയാണ്. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ അതിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഈ കാണുന്നതാണ് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ. അടുത്തുണ്ട ശിവനും പാർവതിയും കൂടെ ഉള്ളത് കണ്ട. ദേവുട്ടി 1 2 3 4 5 6 7 8 എന്താ മരത്തിൻ്റെ തണലിലിരിക്കുക പാറു. ദേവുട്ടി എന്താ പറ്റിയ കാലിന്? അറിയില്ല. ആൽമരം അതല്ലേ? ഏതാ ഈ മരം? ഏതാ മരം? എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ സുകേഷ്. സുകേഷിന് സർവ്വവിജ്ഞാന കോശം എന്നാണ് അറിയപ്പെടുന്നത്. സുകേഷിനെ പറ്റിയിട്ട് സർവ്വവിജ്ഞാന കോശം. ആര് ആരെ ഫോട്ടോ കണ്ടത്? സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കിട്ടിയിരിക്കുന്നുണ്ടപ്പോഴേ പെണ്ണുള്ള ചോദിച്ചത് നിന്റെ അമ്മാവ എന്നാ പട്ടണത്തിൽ പോയെന്ന്. ആര് ചോദിച്ചു? അവൻ സർവജ്ഞാന കോശമാണ്. അവൻ ഇംഗ്ലീഷ് ബുക്ക് മാത്രമേ വായിക്കാറില്ല, ലൈബ്രറിയിൽ നിന്ന് എടുത്തിരിക്കും. ഏത് ബ്രിഡ്ജിന്ന്? ഡെന്നിക്കൂടെ പുതുവർഷത്തെ എന്താ പറയണ്ടേ തീരുമാനങ്ങളിലൊന്നും പറയൂ. ആ പറ, എന്റെ തീരുമാനം പറ. 1 ലക്ഷത്തിന്റെ കുപ്പി ബിറ്റേണ്ടത്. സുകേഷ് നിനക്ക് എന്താടാ തീരുമാനം? പുതുവർഷത്തെ പുതിയ തീരുമാനം എന്താണെന്ന്? അതാദ്യം പറഞ്ഞു കൊടുക്കാൻ കൊടുത്ത അതേ സാധനം കൊടുക്കാൻ ഞാൻ പറയാം. ബൈച്ചേണ്ട എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? ബൈച്ചേടാ ബൈച്ചേണ്ട ഇങ്ങനെ അങ്ങ് പോണം. എന്താ പഴയ തീരുമാനം? പഴയ വീണ്ടും പുതിയ ഉപയോഗിച്ചത് ബൈച്ചേട്ടൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോഴാണ് ഒമിക്രോൺ ഇടിവെട്ടി വീണത്. അതുകൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് എപ്പോൾ വരുമോ അപ്പം നാട്ടിൽ പോകും. വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഒരു മണിയും അടിക്കണം, അവിടുത്തെ ബെല്ലൈക്കണും അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്
പുറകോട്ട് പിടിക്കടാ ചിരിക്കൽ പറയട്ടെ ബാക്കി. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ പറ. നിങ്ങളെന്ന് പറയും പ്രതിമേനെ പോലെ ഇരിക്കുന്ന എല്ലാവരും. മണി അടിക്കണം എല്ലാവരും കേട്ടോ. എല്ലാവരും മണി അടിക്കണേ. ഓക്കെ ബൈ ബൈ. നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഈ ഒരു മസ്ജിദ് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദാണ്. നിസ്മിയ മസ്ജിദ് എന്നാണ് ഈ ഒരു മസ്ജിദിൻ്റെ പേര്. ഞാനിവിടെ പോയിട്ടില്ല, പക്ഷേ ഞാനവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.